വരികളുടെയും നിരകളുടെയും എണ്ണം തുല്യമായ സമചതുര കളങ്ങളിൽ സംഖ്യകളെ പ്രത്യേക ക്രമത്തിൽ എഴുതിയാണ് മാജിക് സ്ക്വയേഴ്സ് അല്ലെങ്കിൽ മാന്ത്രിക ചതുരങ്ങൾ ഉണ്ടാക്കുന്നത്. പലതരത്തിലുള്ള മാന്ത്രിക ചതുരങ്ങളുണ്ട്. ഇപ്പം 3x3 അതായത് 3x3 9 സമചതുരങ്ങളിൽ സംഖ്യകൾ എഴുതിയിട്ട് മാന്ത്രിക ചതുരം ഉണ്ടാക്കാം. അല്ലെങ്കിൽ 4x4 16 സമചതുരങ്ങളിൽ, അല്ലെങ്കിൽ 5x5 25 സമചതുരങ്ങളിൽ സംഖ്യകൾ എഴുതാം. അല്ലെങ്കിൽ 6x6 7x7 ഈ രീതിയിൽ സമചതുരക്കളങ്ങളിൽ സംഖ്യകൾ എഴുതി മാന്ത്രിക ചതുരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. എല്ലാ മാന്ത്രിക ചതുരങ്ങളും ഉണ്ടാക്കാൻ ഒരു പ്രത്യേക നിയമാവലിയൊന്നുമില്ല. പല രീതികളിൽ നമുക്ക് മാന്ത്രിക ചതുരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഒറ്റ എണ്ണം വരുന്ന സമചതുരങ്ങൾ, അതായത് 3x3 അല്ലെങ്കിൽ 5x5 7x7 ഇത്തരത്തിലുള്ള സമചതുര കളങ്ങളിൽ സംഖ്യകൾ എഴുതുന്ന ഒരു ക്രമമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് 9 സമചതുര കളങ്ങളിൽ എങ്ങനെ നമുക്ക് തുടർച്ചയായ എണ്ണസംഖ്യകൾ എഴുതി മാന്ത്രിക ചതുരം ഉണ്ടാക്കാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ആദ്യം ചെയ്യേണ്ടത് ഈ ഏറ്റവും മുകളിലത്തെ വരി നടുക്ക് ആദ്യത്തെ സംഖ്യ എഴുതുക. ഞാനിവിടെ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യത്തെ സംഖ്യ 1 എഴുതുന്നു. ഇനി അടുത്ത സംഖ്യ എഴുതേണ്ടത് ഇവിടെ തൊട്ട് മുകളിൽ ക്രോസ് ആയിട്ട് ഇവിടെ ഒരു സമയം ഉണ്ടെങ്കിൽ അങ്ങോട്ടാണ് എഴുതേണ്ടത്. അവിടെ ഇല്ലാത്തത് കൊണ്ട് തൊട്ട് അടുത്ത നിരയിൽ ഏറ്റവും താഴെയായിട്ട് 2 എഴുതുന്നു. പിന്നെ എഴുതേണ്ട സംഖ്യയോട് ക്രോസ് ആയിട്ട് ഇവിടെ എഴുതേണ്ടത്, പക്ഷെ അവിടെ കളവില്ലാത്തത് കൊണ്ട് തൊട്ട് മുകളിലത്തെ വരിയിൽ ഏറ്റവും അവസാനമായിട്ട് 3 എഴുതുന്നു. 3 ക്രോസ് ആയിട്ട് സംഖ്യ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് തൊട്ട് 3 താഴെ 4 എഴുതാം. ഇവിടെ 5, ഇവിടെ 6 എഴുതി. തൊട്ട് ഇവിടെ ഇങ്ങോട്ട് എഴുതാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് നമുക്ക് അടുത്ത സംഖ്യ എഴുതേണ്ടത് 6 താഴെ 7 ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കളവില്ലാത്തത് കൊണ്ട് അടുത്ത വരിയിലെ ഏറ്റവും അവസാനമായിട്ട് 8 എഴുതാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കളവില്ലാത്തത് കൊണ്ട് തൊട്ട് താഴെ ഏറ്റവും തൊട്ടടുത്ത നിരയിൽ ഏറ്റവും താഴെയായിട്ട് 9 എഴുതാം. ഇങ്ങനെ എഴുതിയിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് വരിയിലും നിരയായിട്ട് കൂട്ടിയാൽ അല്ലെങ്കിൽ കോണോടും കൂട്ടിയാൽ ഒരേ ഉത്തരം കിട്ടുന്നതായിട്ട് കാണാം. 8 1 9, 9 6 15 ഇവിടെ കൂട്ടിയാൽ കിട്ടുക. 3 5 8, 8 7 15 കിട്ടും. 4 9 13 2 15 ആണ്. ഇപ്പോൾ വരികൾ ഇങ്ങനെ കൂട്ടിയാൽ 15 കിട്ടും. നിരയായിട്ട് കൂട്ടിയാൽ 8 3 11, 8 3 11 4 15, 1 5 6 9 15, 6 7 13 2 15 എന്ന് കിട്ടും. ഈ കോണോട് കൂൺ കൂട്ടിയാൽ 2 5 7 8 15 കിട്ടും. അതുപോലെ 4 5 9 6 15. ഈ രീതിയിൽ വരിയായിട്ടും നിരയായിട്ടും കോണോട് കൂൺ കൂട്ടിയാൽ ഒരേ ഉത്തരം കിട്ടാനായിട്ട് കാണാം. നമുക്കടുത്ത് 5x5 അതായത് 25 സമചതുര കളങ്ങളിൽ എങ്ങനെയാണ് സംഖ്യകൾ എഴുതാൻ നോക്കാം. ഏറ്റവും മുകളിലത്തെ വരിയിൽ നടുക്കത്തെ കളത്തിൽ 1 എഴുതുന്നു. നമ്മൾ ഇവിടെ തുടർച്ചയായ സംഖ്യയാണ് അവിടെ എഴുതുന്നത്. അങ്ങനെ തന്നെ ആവുന്നില്ല, ഏത് സംഖ്യയും തുടങ്ങാം. 1 എഴുതി കഴിഞ്ഞാൽ ഇങ്ങോട്ട് കളവില്ലാത്തത് കൊണ്ട് തൊട്ടടുത്ത നിരയിലെ ലാസ്റ്റിൽ 2 എഴുതുന്നു. പിന്നീട് ഇവിടെ ക്രോസ് ആയിട്ട് 3, ഇങ്ങോട്ട് സംഖ്യ എഴുതാൻ ഇല്ലാത്തത് കൊണ്ട് തൊട്ട് മുകളിലത്തെ വരിയിൽ ഏറ്റവും ഇടതുഭാഗത്ത് 4 എഴുതി. ഇവിടെ 5 എഴുതുന്നു. ഇവിടെ സംഖ്യ ഉള്ളതുകൊണ്ട് 5 താഴെ 6 7 8. ഇവിടെ ഇങ്ങോട്ട് എഴുതാൻ പറ്റാത്തത് കൊണ്ട് അടുത്ത നിരയിൽ ഏറ്റവും താഴെയായിട്ട് 9. ഇവിടെ ഇങ്ങോട്ട് എഴുതാൻ പറ്റാത്തത് കൊണ്ട് തൊട്ട് മുകളിലത്തെ വരിയിൽ ഏറ്റവും അവസാനമായിട്ട് 10. ഇവിടെ ഓൾറെഡി 6 ഉള്ളത് കൊണ്ട് 10 താഴെയായിട്ട് 11 12 13 14 15. ഇവിടെ ഇങ്ങോട്ട് സംഖ്യ എഴുതാൻ ഇല്ലാത്തത് കൊണ്ട് വലിയ താഴെ 16. ഇവിടെ ഇങ്ങോട്ട് ഓൾറെഡി ഇല്ലാത്തത് കൊണ്ട് ഇവിടെ 17. ഇങ്ങോട്ടില്ലാത്തത് കൊണ്ട് ഇവിടെ 18 19 20. ഇവിടെ ഉള്ളത് കൊണ്ട് തൊട്ട് താഴെ 21 22. ഇങ്ങോട്ടില്ലാത്തത് കൊണ്ട് തൊട്ട് മുകളിലത്തെ വരിയിൽ അവസാനമായിട്ട് 23 24. ഇവിടെ ഇങ്ങോട്ടില്ലാതെ ലാസ്റ്റ് ഇവിടെ 25. ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സംഖ്യ 1 ആണ്. അതേ വരിയിൽ അതേ നിരയിൽ ഏറ്റവും താഴെയായിരിക്കും അവസാന സംഖ്യ എഴുതുക. അങ്ങനെ 25 സംഖ്യ നമുക്ക് തുടർച്ചയായിട്ട് എഴുതാം. ഇവയെല്ലാം കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരേ ഉത്തരം കിട്ടും. നമുക്ക് ഓരോ വരിയിലെയും നിരയിലെയും എണ്ണം സംഖ്യകൾ കൂട്ടിയാൽ ഒരേ ഉത്തരം കിട്ടും. 17 24 കൂട്ടി എത്രയാണ്? 41 42 കിട്ടും. 50 15 കൂട്ടി 65 കിട്ടും. അതുപോലെ ഈ ഓരോന്നും കൂട്ടിയാൽ 65 കിട്ടും. ഇനി ഉത്തരം കൂട്ടിയാൽ 17 23 40 44 54 11 65 കിട്ടും. ഇങ്ങനെ അതുപോലെ കോണോട് കൂടി കൂട്ടിയാൽ 65 കിട്ടും. അപ്പോൾ ഇതും ഒരു മാജിക് സ്ക്വയർ ആണ്. ഇത് 5x5 എന്ന രൂപത്തിലുള്ള ഒരു മാജിക് സ്ക്വയർ ആണ്. ഇവിടെ 1 സ്റ്റാർട്ട് ചെയ്യണത് ഇവിടെ ഒരു 8 8, ഇവിടെ 9 10 ആ രൂപത്തിൽ ഏത് സംഖ്യയിൽ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് മാജിക് സ്ക്വയർ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അടുത്തായി നമുക്ക് 7x7 നോക്കാം.
അടുത്തായി 7x7 അതായത് 49 സമയക്കളങ്ങളിൽ സംഖ്യയിൽ എഴുതിയിട്ടുള്ള ഒരു മാജിക് സ്ക്വയർ നിർമ്മിച്ചു നോക്കാം. ഞാൻ ഇവിടെ ഒന്നും തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നടുക്ക, അതായത് ഏറ്റവും മുകളിലത്തെ വരിയിലെ നടുക്കത്തെ കളത്തിലാണ് ആദ്യത്തെ സംഖ്യ 1 എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ 1 എഴുതുന്നു. 1 മുകളിലോട്ട് എഴുതാനില്ലാത്തതുകൊണ്ട് ഇവിടെ 2, താഴെ 2, 3, 4 ഇങ്ങോട്ട് സംഖ്യ എഴുതാനില്ലാത്തതുകൊണ്ട് തൊട്ട് മുകളിലത്തെ വരിയിൽ അവസാനമായിട്ട് 5 എഴുതുന്നു. 5, 6, 7 എഴുതി. 7 ഇങ്ങോട്ട് 1 ഉണ്ട്, അതുകൊണ്ട് 7 താഴെയായിട്ട് 8 എഴുതാം. ഇവിടെ 9, 10 ഇവിടെ ഇങ്ങോട്ട് കളം ഇല്ലാത്തത് കൊണ്ട് അടുത്ത നിരയിലെ ഏറ്റവും അവസാനമായിട്ട് 11 എഴുതുന്നു. 11 ക്രോസ് ആയിട്ട് 12 ഇവിടെ ഇങ്ങോട്ട് കളവില്ലാത്തത് കൊണ്ട് തൊട്ട് മുകളിലത്തെ വരിയിൽ ഇവിടെ 13 എഴുതുന്നു. 13 ഇവിടെ 14 8 കൊണ്ട് ഇവിടെ തൊട്ട് താഴെ 15, 16, 17, 18, 19 ഇങ്ങോട്ട് സംഖ്യ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ 20 ഇവിടെ ഇങ്ങോട്ട് എഴുതാൻ പറ്റാത്തത് കൊണ്ട് തൊട്ട് മുകളിലത്തെ വരിയിൽ അവസാനമായിട്ട് 21 എഴുതുന്നു. ഇവിടെ ക്രോസ് ആയിട്ട് 15 ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് 22 തൊട്ട് താഴെ ഇവിടെ എഴുതുന്നു. 22, 23, 24, 25, 26, 27, 28 ഇവിടെ സംഖ്യ ഇവിടെ ഇങ്ങോട്ട് എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ 29 ഇവിടെ ഇങ്ങോട്ട് ക്രോസ് ആയിട്ട് ഇല്ലാത്തതുകൊണ്ട് തൊട്ട് ഇവിടെ 30 ഇങ്ങോട്ടില്ലാത്തതുകൊണ്ട് അടുത്ത വരിയിൽ താഴെ 31, 32, 33, 34, 35 ഇവിടെ ഓൾറെഡി ഉള്ളത് കൊണ്ട് ഇവിടെ 36, 37 ഇങ്ങോട്ടില്ലാത്തതുകൊണ്ട് മുകളിലത്തെ വരിയിൽ അവസാനമുള്ള 38, 39 ഇങ്ങോട്ടില്ലാത്തതുകൊണ്ട് അടുത്ത നിരയിൽ ഏറ്റവും താഴെയായിട്ട് 40, 41, 42 ഇവിടെ ഓൾറെഡി ഉള്ളത് കൊണ്ട് 43 ഇവിടെ 44, 45 ഇങ്ങോട്ടില്ലാത്തതുകൊണ്ട് ഏറ്റവും അവസാനമായിട്ട് ഇവിടെ മുകളിൽ 46 നിന്നു. 46, 47, 48 ഏറ്റവും മുകളിൽ ഇങ്ങോട്ടും ഇല്ലാത്തതുകൊണ്ട് തൊട്ടടുത്ത നിരയിൽ ഏറ്റവും അവസാനമായിട്ട് 49 നിന്നു. അപ്പോൾ ഇവിടെ 1 ആണെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് 49 വരും. അപ്പോൾ 49 കളങ്ങളിൽ ഇതുപോലെ സംഖ്യ ക്രമീകരിച്ച് ചെയ്തിട്ട് ഇവയെല്ലാം ഓരോന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ഓരോ നിരയിലെയും വരിയിലെയും അതുപോലെ കോണോടോടും കൂട്ടിക്കഴിഞ്ഞാൽ ഓരോ ഉത്തരം കിട്ടും. ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 175 കിട്ടുക. ഇവിടെ കൂട്ടിക്കഴിഞ്ഞാൽ 175, ഇങ്ങനെ കുത്തിനെ കൂട്ടിക്കഴിഞ്ഞാൽ 175 കിട്ടും. കോണോട് കോൺ കൂട്ടിയാൽ 175 കിട്ടും. ഇതൊരു മാജിക് സ്ക്വയർ ആണ്. 7/7 ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കളങ്ങൾ 49 ഇനിയിപ്പോൾ 81 ആയാലും അതുപോലെ 121 ഈ കളങ്ങളിൽ ഇതേപോലെ സംഖ്യകളെ പ്രത്യേക ക്രമത്തിൽ എഴുതിക്കൊണ്ട് മാജിക് സ്ക്വയർ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും.